എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്റർ ഇൻ ലോ വീണയും കൂടി ഞങ്ങൾ ചടയമംഗലം ജടായുപ്പാറയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിൽ നിന്നുള്ള വ്യൂ എടുക്കാനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു റോഡാണ് ഈ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയെ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങ് പോകാമെന്ന്. ഈ ജടായുപ്പാറ അല്ലെങ്കിൽ ജടായു എർത്ത് സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആക്ച്വലി കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് കിളിമാനൂരിൽ നിന്നാണ് കേട്ടോ. കിളിമാനൂരാണ് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അവളുടെ കാറിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വിസിറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ പോയിട്ട് നല്ല സീനറീസൊക്കെ കാണുക, അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കാരണം പിന്നെ ഞാൻ ഇതുവരെ ജടായുപ്പാറയിൽ പോയിട്ടില്ല. അപ്പോൾ വീണ ഒരു 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞത് അവിടെ അത്ര തിരക്കൊന്നുമില്ല, വേഗം പോയി നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് 2:30 പോയി നമുക്കൊരു വൈകിട്ട് ഒരു 5:30-6 മണിയോടെ തിരിച്ച് വീട്ടിൽ വരാം എന്നൊക്കെയുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായി. ഇതാണ് ആ ഒരു എൻട്രൻസ് റോഡ്, ജടായു എർത്ത് സെൻറ്ററിലെ എൻട്രൻസ് റോഡിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാനമൊക്കെ അങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്നലെ മഴ ഉണ്ടാവുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഈ പോകുന്ന റോഡൊക്കെ നമുക്ക് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ മരം വന്ന് മൂടി നല്ല ഭംഗിയായിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പോകുന്ന വഴിയൊക്കെ ഉള്ള വീഡിയോസ് ഇടുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ജടായു എർത്ത് സെൻറ്ററിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. ഫീസും അതുപോലെ എനിക്ക് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത്. പാർക്കിംഗ് ഫീ അല്ല, പൊതുവേ മൊത്തത്തിലുള്ള എൻട്രി ഫീ ഒക്കെ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ എൻട്രൻസ് മുതൽ അങ്ങ് അറ്റം വരെയും അതിൻ്റെ പരിസരമായാലും ചുറ്റുപാടായാലും ഒക്കെ അവർ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ചപ്പ് ചവറോ അങ്ങനത്തെ ഒന്നും വാരി വിതറിയിട്ടിട്ടൊന്നുമില്ല. നല്ല നീറ്റായിട്ടെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ നോക്കി എന്തോരം മനുഷ്യരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ കുറഞ്ഞു വരുമായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജടായു എർത്ത് സെൻറ്റർ എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും ഔട്ട്സൈഡ് കേരളമാണ് കേട്ടോ. അതായത് നോർത്ത് ഇന്ത്യൻസും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. മലയാളീസ് വളരെ കുറവായിരുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വടക്കുന്നുള്ളവരാണ് കേട്ടോ. തൃശ്ശൂർ അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറത്തു നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. എന്തായാലും നമ്മുടെ നാട്ടുകാർ വളരെ കുറവായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ ഈ എൻട്രി ഫീക്കും കേബിൾ കാർ എന്നുള്ള ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ചെറിയൊരു ക്യൂ ഒക്കെ നിൽക്കണം കേട്ടോ. ക്യൂ നിന്നിട്ട് ആ ഒരു ഫീസൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മാത്രമല്ല ഇവിടെ വരുന്നവരൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അവർ ക്യാഷാണ് എടുക്കുന്നത്. ഇവിടെ GPay ഓപ്ഷൻ ഇല്ല. ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും കേബിൾ കാർ ഓപ്ഷൻ തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇവിടെ മൊത്തം 800+ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അത്രയും കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എല്ലാ പേരും ഈ കേബിൾ കാർ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കേബിൾ കാറും എൻട്രി ഫീ എല്ലാം കൂടി പെർ ഹെഡ് 610 റുപ്പീസാണ് ഒരാൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പേഴ്സും കാര്യങ്ങളും ഫുഡ് പുറത്തുനിന്നുള്ള ഫുഡൊന്നും അവർ കയറ്റത്തില്ല. അപ്പോൾ അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റുന്നത്. അതുപോലെ എൻട്രി ഫീ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പോർഷനിൽ താഴെ പോയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. മേളിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് നമ്മൾ കേബിൾ കാറിനുള്ള ഫീസ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ചെറിയ ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 3-3:15 കഴിഞ്ഞു. അപ്പോൾ കേബിൾ കാറൊക്കെ പിടിച്ചങ്ങ് ജടായുപ്പാറ എത്തിയപ്പോഴത്തേനും ഏകദേശം ഒരു 4 മണി 4:15 ആയി കേട്ടോ. കാരണം ഓരോ പോർഷനിലും അവരിങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ഉണ്ട്. കേബിൾ കാർ വരാനായിട്ട് തന്നെ 1-2 ഇടത്തായിട്ട് നമ്മളിങ്ങനെ ക്യൂ നിന്നും വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വീക്കെൻഡ് ഡേയ്സിലാണ് ഇത്രയും തിരക്ക് വരുന്നത്. വീക്ക് ഡേയ്സിലാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഇത്രയും തിരക്കൊന്നുമില്ല എന്ന്. കണ്ടോ, ഇതിപ്പോൾ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് കേട്ടോ. ഈ അകത്ത് കയറിയാലും പല പല സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് റിഫ്രഷ്മെൻറ്റിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടീ, കോഫി അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ കഴിക്കാനോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല ചായ കുടിക്കാനുള്ള ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ക്യാപ്പച്ചീനയും അതുപോലെ തന്നെ ഒരു സമോസ, ഒരു ബ്രെഡ് പക്കോട, അപ്പോൾ അതൊക്കെ വാങ്ങി കുറച്ച് നേരം, കാരണം എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേനും അപ്പോൾ അത്രയും സമയം നമുക്ക് പോയി കിട്ടി. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെയൊക്കെ സ്നാക്സിന്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു, കുഴപ്പമില്ല.
അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഗ്യാങ് ആയിട്ട് വന്നാലും നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ച് കേബിൾ കാറിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഫോട്ടോസ് അവർ തരും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല, കാരണം നമ്മൾ അതിനുള്ള ആവശ്യത്തിലധികം ഫോട്ടോസ് നമ്മളവിടെ പോയിട്ട് എടുത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. ഇത് ഇവിടുത്തെ തിരക്ക് കണ്ടോ, ഈ കേബിൾ കാറിലെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഓരോ ഏരിയയിലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയത്. അപ്പോൾ കഴിയുന്നത് വീക്ക് ഡേയ്സിൽ പോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഈ യെല്ലോ കളറിൽ കാണുന്നത് ആ ഒരു വീലാണ് കേട്ടോ. ഈ കേബിൾ കാറിൻ്റെ റോപ്പ് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്നൊരു വീലാണ്. അപ്പോൾ അതിങ്ങനെ ചുറ്റി ആ കാറ് വരുന്നത് കണ്ടോ. അപ്പോൾ അതിങ്ങനെ സ്ലോയിൽ പോകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ചാടി കയറണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നതും, അതുപോലെ കേബിൾ കാറിൽ കയറുന്നതും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സാധനത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് മേലോട്ടുള്ള ഈ ഒരു സ്ലോപ്പ് കണ്ടപ്പോഴത്തേന് എൻ്റെ ഉള്ള കോൺഫിഡൻസ് മൊത്തം പോയായിരുന്നു. കാരണം ഇത് എങ്ങനെ ശരിയാവും എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ അത്രയും പ്രശ്നം തോന്നിയില്ല. കാരണം അത് ഇടയ്ക്ക് സ്പീഡ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ആയിരുന്നു പോയത്. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേ ഞങ്ങൾക്കുള്ള കേബിൾ കാറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കേബിൾ കാർ അങ്ങനെ അധികം നേരം നിർത്തിയിട്ടൊന്നും തരത്തില്ല കേട്ടോ. ഇതിങ്ങനെ സ്ലോ മൂവിങ് ആയിരിക്കും. നമ്മൾ അതിലേക്ക് ചാടി കയറണം. ഞങ്ങളിങ്ങനെ ചാടി കയറിയോ രക്ഷപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കി എന്ത് രസമാണ്. ഇത് നാഷണൽ പാർക്കാണ്. അപ്പോൾ എന്തായാലും നല്ല മനോഹരമുണ്ട്. അതിൻ്റെ അകത്ത് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കയറുന്നവർക്ക് നല്ല രസമായിരിക്കും കേട്ടോ. ഈ ഫോട്ടോ എടുക്കാനായാലും വീഡിയോസൊക്കെ എടുക്കാനായാലും മൊത്തത്തിൽ എനിക്കിഷ്ടമായി. ഇടയ്ക്ക് വെച്ചിട്ട് ഇതിൽ ഈ പറഞ്ഞ സ്പീഡ് കൂടും, പിന്നെയും കുറയും, കൂടും, അങ്ങനെയൊക്കെ ഉള്ളൊരിതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം തന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ തമിലിയൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ജഡായു പാറയിൽ ജഡായുവിനെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വീണ് കിടക്കുകയാണ് ആ പക്ഷി കേട്ടോ. ആ ഒരു സ്കൾപ്ചർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം വേറൊരു കേബിൾ കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണ്. അപ്പം അങ്ങനെയൊക്കെ രണ്ടെണ്ണം പാരലായിട്ട് വരുമ്പോൾ ഇതൊന്ന് സ്ലോ ആവും കേട്ടോ മൊത്തത്തിൽ. ആ 860 പടി കയറി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സമയത്തൊന്നും എത്തത്തില്ല കേട്ടോ. അപ്പോൾ ഈ കേബിൾ കാർ ആയതുകൊണ്ട് നമ്മൾ അതിനകത്തൊരു 10 മിനിറ്റോളം സ്പെൻഡ് ചെയ്തു. ഒരു 10 മിനിറ്റ് മാക്സിമം. ആ സമയം കൊണ്ട് നമ്മളങ്ങ് എത്തി കേട്ടോ. നമുക്ക് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും ഇതിന് മുകളിൽ വന്ന് ഈ ഒരു സീനറി കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ലാന്ന് തോന്നി കേട്ടോ. കാരണം അത്ര മനോഹരമാണ്. നമ്മൾ വെറുത്തായിരുന്നു വന്നത്. കാരണം നല്ല രസമായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഭംഗിയായിരുന്നു ഇതിന് ചുറ്റും കാണാനായിട്ട്. ഇത് മൊത്തം 64 ഏക്കറാണ് ഇതിൻ്റെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ ആ 64 ഏക്കറിലും നമുക്കിതിനെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ജഡായു പാറയുടെ ഹിസ്റ്ററി ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. കാരണം രാമായണത്തിലെ ജഡായു രാവണൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ജഡായു മരിച്ചു വീഴുന്ന ഒരു പാറയാണ് ഈ ജഡായു പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊറ്റ പാറയിലാണ് ഇതിനെ ഈ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കി എടുത്തത് കേട്ടോ. ഈ ഒരു പക്ഷിയുടെ ഈ പ്രതിമ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ വന്നാലും നമുക്കൊന്നിനും ഒരു കുറവുമില്ല കേട്ടോ. ഇവിടെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങളായാലും അതേപോലെ റിഫ്രഷ്മെൻറ്റ്സ് ആയാലും സ്നാക്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് വീണ പറഞ്ഞത് നമുക്ക് മുകളിൽ പോയിട്ട് കപ്പയും മുളകും ഒക്കെ കഴിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അന്നത്തെ ദിവസം കപ്പയും മുളകും ഇല്ലായിരുന്നു കേട്ടോ. അവിടെ മൊത്തം വടയും ചായ, ചമ്മന്തി, ബജ്ജി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. അപ്പം നല്ല വെയിലുള്ള സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നത്. ആ ഒരു 4:30 മണിയാണെങ്കിലും അവിടെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഒരു കടയിൽ വന്നപ്പോഴത്തേനും പരിപ്പുവട, ബജ്ജി, ഉഴുന്നുവട അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ താഴ്ന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ട് അതൊന്നും കഴിക്കാൻ തോന്നിയില്ല. പക്ഷേ ആ ഒരു വെയിലൊക്കെ കൊണ്ടുപോയപ്പോൾ നല്ലൊരു തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. അപ്പോൾ ജ്യൂസായിട്ട് നാരങ്ങ വെള്ളം മാത്രമായിരുന്നു നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ. എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിന് ചുറ്റും കാണാനായിട്ട്. നമുക്ക് ശരിക്കും എനിക്ക് വിവേകാനന്ദ റോക്സിലൊക്കെ പോയ ആ ഒരു ഫീലായിരുന്നു. അവിടെ കടലില്ലെങ്കിലും കടലുള്ള ഒരു ഫീലായിരുന്നു. കാരണം നല്ല കാറ്റും ആ ഒരു ചെറിയ വെയിലും എല്ലാം കൂടെ ഒരു നല്ല എഫക്റ്റായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഒരു 5:30 മണിയായിട്ടും വെയിലൊന്നും അത്ര അങ്ങോട്ട് താഴ്ന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കുറേ ഫോട്ടോസും കുറച്ച് ചെറിയ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 6 മണിയായപ്പോഴത്തേനും സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുവാണ് കേട്ടോ. പക്ഷേ ആ ഓരോ ഫേസിലും, അതായത് നല്ല വെയിലുള്ളപ്പോഴും ആ വെയിൽ താഴ്ന്നു വരുമ്പോഴൊക്കെ ഈ സ്ഥലത്തിന് ഓരോരോ രീതിയിലുള്ള ഭംഗിയാണ്.
ഇവിടെ ഈ സൂര്യാസ്തമനം കാണാൻ പറ്റിയൊരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് മൗണ്ട് ചെയ്തിട്ട് ഒരു ഒരു മതിലൊക്കെ വെച്ചിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ചുറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നിട്ട് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ സമയം പോകുന്നതൊന്നും അറിയുന്നില്ല കേട്ടോ. ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞു. ഈ കാണുന്ന രാമൻ ടെമ്പിളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസൊക്കെ അതുപോലെ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ ഗണപതിയുടെയൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ടൈമിൽ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടുത്തെ മണിയടിക്കുന്ന ശബ്ദമൊക്കെ നമുക്കിവിടെ നിൽക്കുമ്പോൾ കേൾക്കാൻ പറ്റും. ഞങ്ങൾ അതിനകത്തോട്ട് കയറിയില്ല, കാരണം ഇനിയും ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് അതിനകത്തോട്ടൊന്നും നമ്മളധികം പോയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ 610 രൂപ കൊടുത്ത് വന്നെങ്കിലും വെർത്തായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അതുപോലെ തന്നെ വൺ ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ജഡായു എർത്ത് സെൻറ്റർ എന്ന് പറയുന്നത്. ഇതൊരു അഡ്വഞ്ചർ പാർക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ സീനറീസ് കണ്ടു. അതുപോലെ ഈ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുപോലെ ഇപ്പോൾ ടെമ്പിൾ കാണണം എന്നുള്ളവർക്ക് അങ്ങനെ വരാം. അപ്പോൾ അത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ആ ഒരു അഡ്വഞ്ചർ സ്പോട്ടിലോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. അതിലെന്തോ 12D 3D 6D എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ കൊണ്ടുവന്നാൽ അവരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഒന്ന് ഇരുണ്ട് തുടങ്ങിയപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഈ പരിസരമൊക്കെ. ഇപ്പോൾ ഈ ജഡായുവിൻ്റെ നീളം എന്ന് പറയുന്നത് 75 അടിയാണെന്നാണ് പറയുന്നത്. അതുപോലെ 200 അടി നീളവും ഉണ്ട് കേട്ടോ. അപ്പം ഈ സൂര്യനൊക്കെ അസ്തമിച്ചു. ഇപ്പോൾ ആകാശത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ആ വെയിലൊക്കെ പോയപ്പോൾ നമുക്കവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ സൂര്യാസ്തമനമൊക്കെ കഴിഞ്ഞു, ലൈറ്റുകളൊക്കെ തെളിഞ്ഞു, ചന്ദ്രനും വന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടില്ല കേട്ടോ, കാരണം ഇവിടെ ഇരുന്നാൽ അങ്ങ് ഇരുന്ന് പോവും. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു 6:45 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മാക്സിമം ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങി. കാരണം എൻട്രി നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇവിടെ 6 PM വരെ ഉള്ളൂ. അപ്പോൾ പോകുന്ന സമയം അതനുസരിച്ചൊക്കെ ഒരു 6:45 7 മണി വരെയൊക്കെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ശബരിമലയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ പേരൊക്കെ ഇവിടെ രാമൻ ടെമ്പിളിൽ തൊഴാനൊക്കെ വന്നതാണെന്ന് തോന്നുന്നു. ഈ ജഡായു പക്ഷിയുടെ പ്രതിമയുടെ അകത്തും എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തൊരു 1-1.5 വർഷത്തിനകത്ത് നമുക്ക് ചിലപ്പോൾ അതിനകത്തുള്ള എൻട്രൻസും സാധ്യമാകുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജഡായു എർത്ത് സെൻറ്റർ അല്ലെങ്കിൽ ജഡായുപ്പാറ കാഴ്ചകളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളെന്ന് വെച്ചാൽ എൻട്രി ഫീ ഒക്കെ ഇവിടെ ക്യാഷ് പേയ്മെൻ്റ് ആണ്, അത് കരുതുക. ബാക്കി റിഫ്രഷ്മെൻറ്റിനൊക്കെ നമുക്ക് ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വീക്കെൻഡ് ഡേയ്സിൽ വരികയാണെങ്കിൽ കുറച്ച് ക്ഷമയോടുകൂടി തന്നെ വരണം. കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ തന്നെ പ്രിപ്പയർഡായിട്ട് വരും. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.